ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കഫ്താൻ നൈറ്റി എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കിയാലോ. യൂട്യൂബിലൊക്കെ ഒരുപാട് തന്നെ കഫ്താൻ നൈറ്റി അടിക്കുന്ന വീഡിയോസ് ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ തയ്ക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ കഫ്താൻ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൈറ്റി പീസ് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫുൾ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ലെങ്ത്ത് 53 ഇഞ്ചാണ്. പ്ലസ് 1 കൂട്ടി 54 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് നെക്കൊന്ന് അടയാളപ്പെടുത്താം. ഫ്രണ്ട് നെക്ക് ഞാൻ ഒരു 5.5 ഇഞ്ചും വിഡ്ത്ത് ഒരു 2 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് കഴുത്ത് ഇങ്ങനെ മലന്നോണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് 2 ഇഞ്ചാണ് ഞാൻ വിഡ്ത്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനൊരു ബോക്സ് പോലെ ആക്കിയിട്ട് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ യു പോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് താഴെയിട്ട് എത്രയും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 13 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ഇനി നമുക്കിതാ ഇതുപോലെ മാറ്റി ഒരു 4 ഇഞ്ച് പ്ലസ് ഒരു 2 ഇഞ്ച് ഇതുപോലെ മാറ്റി അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ മാറ്റി അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണം അടയാളപ്പെടുത്തുക. 4 ഇഞ്ച് നീക്കി ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് നമുക്ക് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു 2 ഇഞ്ച് മുകളിലേക്കാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഒരു 10 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. 10 8 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇതുപോലെ നീക്കി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം കൊണ്ട് നമുക്ക് കഫ്താൻ്റെ അകത്ത് വള്ളിയിടാൻ വേണ്ടി നമുക്കൊരു പടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പടിയും വള്ളിയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പടിയും വള്ളിയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പടിക്കായിട്ട് ഞാൻ ഒരു 1.5 ഇഞ്ച് വീതിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാലൻസ് വരുന്ന പീസ് കൊണ്ട് നമുക്ക് വള്ളിക്കുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വള്ളിക്കുള്ളതും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ ഈ സൈഡിലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 13 ഇഞ്ച് താഴെയിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു 4 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് നീക്കി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്തത്. ഞാനിവിടെ പടിയൊന്നും വെച്ച് തയ്ക്കുന്നില്ല. ക്രോസ് പീസോ അല്ലെങ്കിൽ വേറെ പീസ് വെച്ച് മടക്കി തിരിച്ചടിച്ചൊക്കെ നമുക്ക് സാധാരണ നൈറ്റിക്ക് അടിക്കുന്ന പോലെ തന്നെ അടിക്കാം. പക്ഷേ ഞാനിവിടെ വെറുതെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ക്രോസ് പീസൊന്നും വെച്ചിട്ടല്ല ഞാൻ അടിക്കുന്നത്. വെറുതെ നമ്മുടെ സാധാ പെറ്റിക്കോട്ടിൻ്റെയൊക്കെ അടിക്കും പോലെ തന്നെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ഫുള്ളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഇഞ്ച് ഞാൻ എന്തിനാണ് അടയാളപ്പെടുത്തിയെന്ന് കാണിച്ചു തരാം. പടി വയ്ക്കുന്നത് നമ്മളിങ്ങനെ 2 ഇഞ്ച് നീക്കുക കേട്ടോ. അപ്പോൾ ആ 4 ഇഞ്ച് കൂടെ നമ്മൾ 2 ഇഞ്ച് നീക്കി അടിച്ചു കൊടുത്തിലേക്ക് ഇതുപോലെ നമുക്ക് മടക്കി പടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശത്തും 4 ഇഞ്ചിൽ നിന്നും 2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഇതുപോലെ ഒന്ന് പടിയെത്തുമ്പോൾ ബാലൻസുള്ള പടിയുടെ തുണി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടോ, ഞാൻ 4 ഇഞ്ച് പ്ലസ് 2 ഇഞ്ചോടെ കൂട്ടി 6 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസുള്ള ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ അതിൻ്റെ മറുവശം കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ.
ഇതുപോലെ തന്നെ നമുക്ക് മറ്റു വശം ബാക്ക് പാർട്ടിനും ഇതുപോലെ തന്നെ നമുക്ക് പടി വെച്ച് കൊടുക്കണം കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഒരേ പടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വശത്തുകൂടി പടി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ പടി വെച്ചിട്ടുള്ള ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ നേരെ ഇട്ടിട്ട് നമ്മുടെ നല്ല ഭാഗത്തേക്ക് ഇട്ടിട്ട് രണ്ട് ഷോൾഡറും തമ്മിൽ ഒരുപോലെ കറക്റ്റ് ആക്കിയെടുക്കുക. ഷോൾഡർ ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു മടക്കുണ്ടാവില്ല, മടക്കിൻ്റെ ഒരു പാടുണ്ടാവും. ആ പാട് വെച്ചിട്ടാണ് ഞാനിവിടെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും കറക്റ്റ് സെയിം അളവിൽ വരാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് പിടിച്ച് ഒന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും കറക്റ്റ് സെയിം എല്ലാ സ്ഥലവും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ചീത്ത വശത്ത് അടയാളപ്പെടുത്തിയതുപോലെ തന്നെ 7 ഇഞ്ച് നമ്മുടെ കൈയുടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 4 ഇഞ്ച് നീക്കി ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 ഇഞ്ച് നമുക്ക് താഴെ വരെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് താഴെ നിന്നൊരു 10 ഇഞ്ച് മുകളിലിട്ട് 4 ഇഞ്ചും കൂടി വീതിക്കും അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ആ 10 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയത് വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൈ ഇതുപോലെ ഒരുപോലെ സെയിം ഇതിലാക്കി വച്ചിട്ട് ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് കൈക്കുഴി ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് വരച്ചെടുത്തേക്കുന്നതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. 4 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഫുള്ള് അടിച്ചെടുക്കാം കേട്ടോ. ആ 10 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്തിയേക്കുന്നവരെ നമുക്കിതുപോലെ അടിച്ചെടുക്കാം. കഫ്താൻ നൈറ്റി അടിക്കാൻ വളരെ സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സാധാ നൈറ്റിയൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് കഫ്താൻ നൈറ്റി ഒരു വെറൈറ്റി ആയിട്ട് അടിച്ചിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കാണാൻ. കഫ്താൻ നൈറ്റി ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡും അടിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ. അടിയിൽ ചെറിയൊരു സ്ലിറ്റ് പോലെ വരും കേട്ടോ. നമുക്ക് ആ 10 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്തി നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു സ്ലിറ്റ് പോലെ വരും അടിയിൽ. ഇനി നമുക്ക് ഇതിന് വള്ളി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസല്ലേ ഇരുന്നോ, അത് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ വള്ളിയാക്കി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 സൈഡിൽ നിന്നും മടക്കി അതിനെ കറക്റ്റ് സെൻറ്റർ വെച്ച് ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കഫ്താൻ നൈറ്റിയിൽ ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിലൂടെ നമ്മുടെ വള്ളി ഒരു പിന്നുപയോഗിച്ച് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കയറ്റി വലിച്ചെടുക്കുമ്പോൾ നമ്മളൊരു 2 ഇഞ്ച് നീക്കി പടിയടിച്ചിട്ടില്ലേ, ആ പടിയടിച്ചിരിക്കുന്ന ഭാഗം എത്തുന്നവരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കയറ്റി വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പടിയുടെ ഭാഗം എത്തുമ്പോൾ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുകൂടി നമ്മുടെ കൈ കടത്തി വിട്ടിട്ട് നമുക്ക് ഈ വള്ളിയെ ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ആ പിന്ന് നമുക്കിതുപോലെ പിടിച്ച് വലിച്ചിങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഈ നൈറ്റിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പുറകുവശം എടുക്കാം. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് നീക്കി പടിയടിച്ചിട്ടില്ലേ, ഇങ്ങനെ കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ബാക്ക് സൈഡ് ഫുള്ള് നമുക്കിതുപോലെ കയറ്റി വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഫുള്ള് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ വള്ളി നമുക്ക് പുറത്തേക്ക് കിട്ടും. ഇനി നമുക്കിതിനെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വള്ളി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ
ഫ്രണ്ട് ഭാഗത്തോടെ കയറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ സെൻറ്റർ ഭാഗം എത്തുമ്പോൾ ആ ഹോളിലൂടെ പുറത്തേക്ക് വലിക്കണം. അപ്പോൾ ആ സെൻറ്റർ ഭാഗം എത്താറാകുമ്പോൾ നമുക്കിതിനെ കഴുത്തിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് നമുക്ക് പിന്നിനെ അതിലൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ടും ഹോളിൽ കൂടെ നമുക്ക് പിന്നിട്ടുമ്പോൾ നമുക്കൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വലിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നൈറ്റിയുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി നമുക്ക് എത്ര വണ്ണമുള്ളവർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഈ വള്ളി ഇതുപോലെ ഒന്ന് വലിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വണ്ണമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ഒരു നൈറ്റി തന്നെ എത്ര വണ്ണമുള്ളവർക്കും എത്ര വണ്ണം ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കഫ്താൻ നൈറ്റി കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.